സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ബട്ടറോ ഓവനോ ഒന്നുമില്ലാതെ 1 കപ്പ് ഗോതമ്പ് മാവ് കൊണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ ചായക്കടകളിൽ കിട്ടുന്ന ബിസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലുള്ള 3 ചേരുവകൾ കൊണ്ട് ചായയിൽ മുക്കി കഴിക്കാൻ പറ്റുന്ന ക്രിസ്പി ബിസ്ക്കറ്റ് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ഉപ്പ്, ജീരകം, പഞ്ചസാര പൊടിച്ചത്, എണ്ണ, ഗോതമ്പ് മാവ് എന്നിവയാണ്. ആദ്യം ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. 1/2 കപ്പ് ഏതെങ്കിലും മണമില്ലാത്ത എണ്ണ, സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർക്കുക. 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പഞ്ചസാര എണ്ണയിൽ നല്ലപോലെ യോജിച്ച് വരണം. 5 മിനിറ്റ് ബീറ്റ് ചെയ്യുക. 1/4 സ്പൂൺ ജീരകം കൈകൊണ്ട് നല്ലപോലെ ഞെരടി ഇതിലേക്ക് ചേർക്കുക. ജീരകവും ഇതിലേക്ക് യോജിപ്പിക്കുക. 1 കപ്പ് ഗോതമ്പ് മാവ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് മാവിന് പകരം മൈദാമാവ് ചേർത്തും ബിസ്ക്കറ്റ് തയ്യാറാക്കാം. മൈദാമാവിനേക്കാൾ ആരോഗ്യത്തിന് നല്ലത് ഗോതമ്പ് മാവായതുകൊണ്ടാണ് അതിൽ ചെയ്യുന്നത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ രണ്ടും ഒരുപോലെയാണ്. ഇനി നമ്മൾക്ക് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. അളവുകൾ എടുക്കുമ്പോൾ മെഷറിംഗ് കപ്പിലോ ഗ്ലാസ്സിലോ ഏതാണോ എടുക്കുന്നത് അതിൽ അമർത്തി ഫുള്ളായി എടുക്കരുത്. വെള്ളമോ പാലോ ഒന്നും ചേർക്കാതെ നമ്മൾ ചേർത്ത പഞ്ചസാരയും എണ്ണയിലും തന്നെ മാവ് നല്ലപോലെ കുഴയ്ക്കാൻ കഴിയും. നമ്മൾ എടുത്ത അളവ് കറക്റ്റായിരിക്കും. ബൈ ചാൻസ് നിങ്ങൾക്ക് മാവ് കുഴച്ച് ഉരുട്ടുന്ന പരുവത്തിലാവുന്നില്ലെങ്കിൽ വളരെ കുറച്ച് എണ്ണ ചേർത്ത് കുഴയ്ക്കുക. ഇനി മാവ് ലൂസായി പോയാൽ കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല സോഫ്റ്റായി കയ്യിലൊന്നും ഒട്ടാതെ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നത് OTGയിലോ ഓവനിലോ ഒന്നുമല്ല, നമ്മുടെ ഗ്യാസ് അടുപ്പിലാണ്. ഗ്യാസ് കത്തിച്ച് അടി കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. പാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് ഒന്നുമില്ലെങ്കിൽ ഒരു പ്ലേറ്റോ പാത്രമോ കമിഴ്ത്തി വെച്ചാൽ മതി. സിമ്മിൽ ഇനി ഇത് 10 മിനിറ്റ് ചൂടാക്കാൻ വയ്ക്കാം. ഇതിന് പ്രീ ഹീറ്റ് ചെയ്യുക എന്നാണ് പറയുക. ഗ്യാസ് ഹൈയിൽ വയ്ക്കാതെ സിമ്മിൽ തന്നെയാണ് നമ്മൾ ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത്. ഈ 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പ്ലേറ്റ് തയ്യാറാക്കാം. നല്ല കട്ടിയുള്ള പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് എണ്ണ പുരട്ടുക. അതിനുശേഷം ലേശം മാവ് തൂവി കൊടുക്കുക. നമ്മൾ 2 പ്ലേറ്റിലും കേക്ക് ട്രേയിലുമാണ് ഇത് ചെയ്യുന്നത്. എണ്ണ തടവുന്നതിന് പകരം ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച് ഇതിനു മുകളിൽ നമ്മൾ കുഴച്ചു വെച്ച മാവിൽ നിന്നും ഒരു ഉരുള മാവെടുത്ത് വയ്ക്കുക. ഇനി വേറൊരു ബട്ടർ പേപ്പർ മുകളിൽ വെച്ച് ചപ്പാത്തി റോളർ കൊണ്ട് പരത്തുക. ഒരുപാട് തിന്നാക്കേണ്ട. ഇത് ഏതെങ്കിലും കുപ്പിയുടെ മൂടിയോ പാത്രത്തിൻ്റെ മൂടിയോ വെച്ച് അമർത്തി റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം. ബാക്കി വന്ന മാവ് വീണ്ടും കുഴച്ച് ഇതുപോലെ പരത്തി റൗണ്ടിൽ മുറിക്കാം. വലിയ ബിസ്ക്കറ്റ് വേണമെങ്കിൽ വലിയ അടപ്പെടുക്കാം. ചെറിയ അടപ്പാണെങ്കിൽ കുട്ടി ബിസ്ക്കറ്റ് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് കൈകൊണ്ട് എടുത്താൽ പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ദോശ ചുടുന്ന ചട്ടകം കൊണ്ട് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സമയം നമ്മുടെ പാത്രം 10 മിനിറ്റ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ബിസ്ക്കറ്റ് പരത്തിയ പ്ലേറ്റ് ഇതിലേക്ക് വെക്കാം. പാത്രം നല്ല ചൂടുള്ളത് കൊണ്ട് സൂക്ഷിച്ച് കൈ പൊള്ളാതെ മെല്ലെ ഉള്ളിൽ വയ്ക്കുക. ഇനി പാത്രം അടച്ച് 30 മിനിറ്റ് സിമ്മിൽ വയ്ക്കുക. ബിസ്ക്കറ്റ് ബേക്കായി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള മാവ് പരത്തി ചെറിയ മൂടി കൊണ്ട് അമർത്തി ചെറിയ ബിസ്ക്കറ്റ് തയ്യാറാക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പല ഷേപ്പിലുള്ള കുക്കീസ് കട്ടറുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഷേപ്പിൽ മുറിച്ച് വയ്ക്കാം. കുട്ടികൾക്ക് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഷേപ്പിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കൂടുതൽ ഇഷ്ടമാവും. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഉടഞ്ഞു പോകാതെ സൂക്ഷിച്ച് പ്ലേറ്റിലേക്ക് മാറ്റുക. നമ്മുടെ ആദ്യത്തെ ബാച്ച് ബിസ്ക്കറ്റ് കറക്റ്റ് 30 മിനിറ്റിൽ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ബിസ്ക്കറ്റ് വളരെ സോഫ്റ്റ് ആയിരിക്കും. നല്ലപോലെ ആറിയതിന് ശേഷം മാത്രം എടുക്കുക. നന്നായി തണുത്തു കഴിയുമ്പോൾ കളർ ഒന്നുകൂടി ഡാർക്കായി ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആവുകയും ചെയ്യും.
ഇനി നിങ്ങൾക്ക് OTGയിൽ വേണമെങ്കിൽ അതിലും ചെയ്യാം. OTGയിൽ 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം ബിസ്ക്കറ്റ് OTGയിൽ വയ്ക്കുക. ഏറ്റവും മുകളിലത്തെ നോബ് എത്രയിലാണ് ബേക്ക് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്യുന്നതിനുള്ളതാണ്. രണ്ടാമത്തെ നോബ് ഏത് ദിശയിൽ നിന്നെല്ലാം ചൂട് വരണം എന്നുള്ള ഓപ്ഷൻ അടങ്ങിയതാണ്. മുകളിലും താഴെയും ചൂട് വരുന്ന ഓപ്ഷനിൽ സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ നോബ് സമയം സെറ്റ് ചെയ്യാനാണ്. നമ്മൾ 10 മിനിറ്റ് സമയം സെറ്റ് ചെയ്യുക. ബേക്ക് ചെയ്തത് പോരാ എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൂടി സെറ്റ് ചെയ്യുക. ബിസ്ക്കറ്റ് പരത്തുന്നതിന് ഏറ്റവും നല്ല രീതി ബട്ടർ പേപ്പറിന് മുകളിൽ മാവ് വെച്ച് മറ്റൊരു ബട്ടർ പേപ്പർ മുകളിൽ വെച്ച് ഒരു പാത്രം കൊണ്ട് അമർത്തുന്നതാണ്. അതിനുശേഷം മൂടി കൊണ്ട് ഷേപ്പാക്കി എടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിലോ പാൽ കവറിലോ ഇതുപോലെ ചെയ്യാം. രണ്ടാമത്തെ ട്രിപ്പ് ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യുന്നതിന് ആദ്യം എടുത്ത സമയം വേണ്ടിവരില്ല. ഒരു 25 മിനിറ്റ് മതിയാകും. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം കറക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്നാക്സാണിത്. പൈസ ചെലവില്ലാതെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ ഈസിയായി ഉണ്ടാക്കാം. ബിഗിനേഴ്സിന് ധൈര്യമായി ഇതുണ്ടാക്കാം. മിസ്റ്റേക്ക് വരാൻ സാധ്യതയില്ലാതെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിന് റിപ്ലൈ തരുന്നതാണ്. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.